നമ്മൾ ഒരു ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ്ഡ് ഫിഷ് കീപ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ ധാരണയുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പല വീഡിയോകളിലായിട്ട് പല സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും ഒരൊറ്റ സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മൾ എല്ലാ പോയിൻറ്റും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 പോയിൻറ്റുകളിലേക്ക് കടക്കാം. ഫിഷ് ടാങ്കുകളിൽ അല്ലെങ്കിൽ അക്വേറിയങ്ങളിൽ നമ്മൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റിയാണ്. പേരിലുള്ളതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് വാട്ടർ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള pH, അമോണിയ, നൈട്രൈറ്റ്, അതുപോലെ തന്നെ നൈട്രേറ്റ്. ഈ പറഞ്ഞ വാട്ടർ പാരാമീറ്റേഴ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞത് pH ആണ്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ് ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അസിഡിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെള്ളം അസിഡിക് ആയി കഴിഞ്ഞാൽ അത് മീനുകൾക്ക് വളരെ ടോക്സിക് ആണ്. അതുകൊണ്ട് pH റേഞ്ച് എപ്പോഴും കറക്റ്റ് ലെവലിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് 7 ആണ്. ഈ pH ലെവൽ 7ന് മുകളിലേക്ക് പോകുമ്പോൾ വെള്ളം ഒരു ആൽക്കലൈൻ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ബേസ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അതേസമയം 7ന് താഴേക്കാണ് pH വാല്യൂ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം അസിഡിക് സ്റ്റേറ്റിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് pH എപ്പോഴും നമ്മളൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് നിർത്തേണ്ടത്. അതായത് ഒരു pH റേഞ്ച് സാധാരണ നോർമലി പല മീനുകൾക്കും ഒരു pH റേഞ്ച് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6നും 8നും ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. pH ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റ് കിറ്റുകൾ അവൈലബിൾ ആണ്. ഇത് അക്വേറിയം ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. വാട്ടർ പാരാമീറ്റേഴ്സിൽ പിന്നെ പറഞ്ഞ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയ, നൈട്രൈറ്റ്, നൈട്രേറ്റ് ആണ്. ഇത് നമ്മൾ പല വീഡിയോകളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അമോണിയ എന്ന് പറയുന്നത് മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. ഇത് പിന്നീട് നൈട്രൈറ്റ് അതുപോലെ തന്നെ നൈട്രേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആണ്. ഇതിൽ അമോണിയ ഹൈലി ടോക്സിക് ആണ്. നൈട്രൈറ്റ് എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആണ്. നൈട്രേറ്റ് മാത്രമാണ് ടോക്സിസിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് കുറവ് വരുന്നത്. അപ്പോൾ മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള അമോണിയ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവാനും അതുപോലെ നൈട്രേറ്റിൽ നിന്ന് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ആവാനും ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ബാക്ടീരിയസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മീൻ കെടുക്കുന്ന ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം പുതിയ ടാങ്കിലേക്ക് ആഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ടീരിയസ് റെഡിമെയ്ഡ് ആയിട്ട് പെറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വെള്ളം സൈക്കിൾ ചെയ്തതിന് ശേഷം മാത്രം ഈ മീനുകളെ അക്വേറിയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഫിഷ് ടാങ്കുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അവസാനം ഈ ഒരു അമോണിയ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നൈട്രേറ്റ് ഫോമിലേക്ക് ആവും. എന്നിട്ട് പിന്നെ പ്ലാന്റ്സ് ഒക്കെ അക്വേറിയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേയൊക്കെ ഈ നൈട്രേറ്റ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് 30% വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് കുറേ നൈട്രേറ്റ് ഒക്കെ പുറത്തേക്ക് പോകും. പിന്നെ നല്ലൊരു ഫിൽട്രേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഈ ഒരു നൈട്രേറ്റിൻ്റെ അളവ് കുറയും. വീക്കിലി എപ്പോഴും ഫിഷ് ടാങ്കുകളിൽ ഒരു 30 മുതൽ 40% വരെ വെള്ളം എപ്പോഴും മാറ്റി കൊടുക്കുക. pH മാത്രമല്ല അമോണിയ, നൈട്രേറ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് കിറ്റുകളും അക്വേറിയം ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വാട്ടർ ക്വാളിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അത് ഫിൽട്രേഷൻ സിസ്റ്റമാണ്. എപ്പോഴും നമ്മൾ ഫിഷ് ടാങ്കുകളിൽ നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 3 രീതിയിലാണുള്ളത്. ഒന്ന് നമ്മുടെ മെക്കാനിക്കൽ ഫിൽട്രേഷനാണ്. നമ്മുടെ സാധാരണ സബ്മേഴ്സിബിൾ പമ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫിൽട്രേഷൻ. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ അക്വേറിയങ്ങളിലും ഫിഷ് ടാങ്കുകളിലും എല്ലാവരും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫിൽട്രേഷനാണ്. ഇത് സ്പോഞ്ച് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എയറേറ്ററും സ്പോഞ്ച് ഫിൽറ്റർ ഉപയോഗിച്ചാണ് ഈ ഒരു ബയോളജിക്കൽ ഫിൽട്രേഷൻ ചെയ്യുന്നത്. ഇത് മെയിനായിട്ടും സ്പോഞ്ച് ഫിൽറ്ററിനകത്ത് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ അമോണിയ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോളജിക്കൽ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിലുള്ള ടോക്സിൻസ് എല്ലാം റിമൂവ് ആവും. ഇനി മൂന്നാമത്തെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ ഫിൽട്രേഷനാണ്. ഇത് അധികാരം ചെയ്യാറില്ല. ഇത് ചാർക്കോളിൻ്റെ ബാഗൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ചാർക്കോൾ ഈ വെള്ളത്തിലുള്ള കെമിക്കൽസ് എല്ലാം വലിച്ചെടുത്ത് അങ്ങനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു കെമിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിൽട്രേഷൻ സിസ്റ്റം കൊണ്ട് വെള്ളം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ സബ്മേഴ്സിബിൾ പമ്പുകളും എയറേറ്റേഴ്സും യൂസ് ചെയ്യുന്നതുകൊണ്ട് സർഫസ് വെജിറ്റേഷൻ വഴി വെള്ളത്തിലേക്ക് എയറേഷൻ നല്ല രീതിയിൽ കിട്ടും. ഇനി മൂന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റിയാണ്. ഫിഷ് ടാങ്കുകളിൽ നമ്മൾ ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ചില മീനുകൾക്കൊക്കെ പെട്ടെന്ന് സ്ട്രെസ് വരാറുണ്ട്. ട്രോപ്പിക്കൽ ഫിഷ് ടാങ്കുകളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 24 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ തണുപ്പ് കാലത്തൊക്കെ ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹീറ്റേഴ്സ് മേടിക്കാനായിട്ട് കിട്ടും. അത് പെറ്റ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങി ഫിഷ് ടാങ്കിനകത്ത് സെറ്റ് ചെയ്ത് ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഏതെങ്കിലും രീതിയിൽ സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് മീനുകൾക്ക് ഡെത്ത് സംഭവിക്കും. ഇനി നാലാമതായിട്ട് നമ്മൾ അക്വേറിയങ്ങളിൽ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഷെഡ്യൂളാണ്. ഡേ ടൈമിൽ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ലൈറ്റ് ഓൺ ചെയ്തിടുക. പിന്നെ ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൈക്കിൾ തന്നെ ഫോളോ ചെയ്യുക. ഇതിനായിട്ട് ടൈമർ സ്വിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ആവുന്ന ടൈമർ സ്വിച്ചുകൾ. നമ്മൾ ചെയ്ത ടൈമർ സ്വിച്ചിൻ്റെ വീഡിയോ ലിങ്കുകളും അതുപോലെ തന്നെ ആമസോൺ ലിങ്കുകളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പൽ അല്ലെങ്കിൽ ആൽഗയുടെ ഓവർ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അക്വേറിയങ്ങളിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത് ടാങ്കിൻ്റെ ക്ലീൻലിനെസ് ആണ്.
അതായത് ഫിഷ് ടാങ്ക് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അക്വേറിയങ്ങളുടെ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞു കൂടുന്ന വേസ്റ്റ് ഒരു സൈഫൺ ഉപയോഗിച്ച് റെഗുലറായിട്ട് വലിച്ചു കളയുക. അതുപോലെ തന്നെ മീനുകൾക്ക് ഫീഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് ഉപയോഗിച്ച് അത് കോരിക്കളയുക. അതുപോലെ തന്നെ ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ അക്വേറിയങ്ങളുടെ ഗ്ലാസ്സുകളിൽ വരുന്ന ആൽഗെ മാഗ്നറ്റിക് സ്ക്രബ്ബർ അല്ലെങ്കിൽ സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഇനി ആറാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് മീനുകളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫിഷ് ടാങ്കിൽ ഇട്ടിട്ടുള്ള മീനുകളുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, അതായത് അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടോ, പ്രോപ്പറായിട്ട് നീന്തി നടക്കുന്നുണ്ടോ, അവർ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ഒരു ഹെൽത്ത് ചെക്കപ്പ്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീനുകൾ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മീനുകൾക്ക് അസുഖം വരുമ്പോൾ അവർ കാണിക്കുന്ന കുറേ സയൻസ് ഉണ്ട്, അതായത് ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ അവർ കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് പുതിയ മീനുകളെ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരിക്കലും ഫിഷ് ടാങ്കിലേക്ക് ആഡ് ചെയ്യരുത്. അതിനെ ക്വാറന്റൈൻ ചെയ്ത് അസുഖങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫിഷ് ടാങ്കിലേക്ക് ആഡ് ചെയ്യുക. ഇനി അവസാനമായിട്ട് ഏഴാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് പ്രോപ്പറായിട്ടുള്ള ഫീഡിംഗ് പ്രാക്ടീസുകളാണ്. അതായത് മീനുകൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് മാത്രം കൊടുക്കുക, ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത്. ഓവർ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ വെള്ളത്തിൽ കിടന്നിട്ട് ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഫോം ചെയ്ത് മീനുകൾക്ക് അസുഖങ്ങൾ വരും. വെള്ളം പെട്ടെന്ന് തന്നെ മോശമാവും. അതുപോലെ തന്നെ മീനുകൾ ഓവറായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ഫുഡ് നമ്മൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ക്വാണ്ടിറ്റി ഫീഡ് ചെയ്യുക. ഈ 7 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.